കേന്ദ്ര അവഗണനയ്ക്കിടയിലും സാമ്പത്തിക വളർച്ച നേടി കേരളം. 2024-25 വർഷം ഉയർന്ന വളർച്ചയെന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. GSDP 6.19% വളർന്നു. കേരളം ഉയർന്ന GSDP ഉള്ള ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറി. കേന്ദ്ര അവഗണനയ്ക്കിടയിലും കേരളം തളരുന്നില്ല. വ്യക്തമായ സാമ്പത്തിക കുതിപ്പാണ് സാമ്പത്തിക അവലോകനം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നത്. 2024-25 വർഷം ഉയർന്ന വളർച്ച നേടാൻ കേരളത്തിനായി. GSDP 6.19% വളർന്നു. കേരളം ഉയർന്ന GSDP ഉള്ള ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറി. ധനക്കമ്മി കൂടി. 3.02% നിന്ന് 3.86%. റവന്യൂ കമ്മിയും കൂടി. 1.69% നിന്ന് 2.49%. തനത് വരുമാനം 2.7%, തനത് നികുതി വരുമാനം 3.1% വർദ്ധിച്ചു. മലയാളിയുടെ പ്രതിശീർഷ വരുമാനം 1.90 ലക്ഷം രൂപ ആണെന്നതാണ് വലിയ നേട്ടം. ഇത് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനം 2023-24 1,24,486 കോടി രൂപയിൽ നിന്ന് 2024-25 1,24,861.07 കോടി രൂപയായി ഉയർന്നു. റവന്യൂ ചെലവും മൂലധന ചെലവും കൂടി. റവന്യൂ ചെലവിന്റെ വളർച്ച 0.5% നിന്ന് 9.3%. മൂലധന ചെലവ് 0.48% നിന്ന് 8.96%. ഉയർന്ന പ്രതിശീർഷ GSDP ഉള്ള ഇന്ത്യയിലെ ആദ്യ 10 സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറി. പ്രതിശീർഷ GSDP സ്ഥിരവിലയിൽ 2023-24 1,79,953 രൂപയിൽ നിന്ന് 2024-25 ത്വരിത കണക്ക് പ്രകാരം 1,90,149 രൂപയായി ഉയർന്നു. ഒരു വിഭാഗം മാധ്യമങ്ങളും സാമ്പത്തിക വിദഗ്ധരും നടത്തിയ നുണപ്രചരണങ്ങളെ ലംഘിക്കുന്നതാണ് സാമ്പത്തിക അവലോകനം റിപ്പോർട്ടിലെ കണക്കുകൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.